Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് മെജോറിറ്റി സ്റ്റേക്കുള്ള ടോപ്പ് 5 ഇന്ത്യൻ കമ്പനികളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FIIs എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരുപാട് എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ കാരണം 2020 മുതൽ നിഫ്റ്റി 50 സ്റ്റോക്ക് ഇൻഡെക്സ് 20,000-ലേക്ക് എത്തുമെന്ന്. അപ്പോൾ ആരാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് അറിയണ്ടേ? അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ജനറലി ഗ്ലോബൽ പ്രസൻസ് ഉള്ള വെൽ എസ്റ്റാബ്ലിഷ് ഓർഗനൈസേഷൻ ആണ് ഇവർ. അപ്പോൾ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് സ്റ്റോക്സ്, ബോണ്ട്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇതിലും ഇൻഷുറൻസ് കമ്പനി, പെൻഷൻ ഫണ്ട്, ഹെഡ്ജ് ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പം FIസിൻ്റെ ഒരു എക്സാമ്പിളാണ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്നുള്ളത്. അബുദാബി ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഒരു സോവറൈൻ വെൽത്ത് ഫണ്ടാണ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി. ഇതുപോലത്തെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സിംഗപ്പൂർ ഗവൺമെന്റിന് മെജോറിറ്റി സ്റ്റേക്കുള്ള ടോപ്പ് 5 ഇന്ത്യൻ കമ്പനികളെ പറ്റി. ബാക്കിയുള്ള FIസിനെ പോലെ തന്നെ ഓവർ ദി ഇയേഴ്സ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയിൽ അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് മെജോറിറ്റി സ്റ്റേക്കുള്ള ടോപ്പ് 5 ഇന്ത്യൻ കമ്പനികളെ പറ്റി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റിയിട്ടും അവരുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഹോൾഡിംഗ്സ് ഉള്ള കമ്പനി നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് ഈ ഒരു ചാനലിലൂടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ അതൊന്നും മിസ്സാക്കണ്ട. അപ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, അത് നിങ്ങൾ മറക്കണ്ട. ഡു സബ്സ്ക്രൈബ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് കമ്പനി ഇന്റലക്ട് ഡിസൈൻ അറേന ലിമിറ്റഡ്. അപ്പോൾ ഇന്റലക്ട് ഡിസൈൻ അറേന ലിമിറ്റഡ് IT കമ്പനിയാണ്. അവർ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ടെക്നോളജി പ്രൊഡക്റ്റുകളൊക്കെ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ് ഫേം, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ക്ലയൻസിന് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഒന്ന് എൻഗേജ് ചെയ്യാനും അതുപോലെ അവരുടെ കസ്റ്റമർ സർവീസ് ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. കമ്പനി എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? അവരുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് അവർ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ലൈസൻസ് ഫീസ് ചാർജ് ചെയ്യും. അപ്പോൾ ഇതിലൂടെയാണ് കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില കേസിൽ അവരവരുടെ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ആനുവൽ മെയിൻ്റെനൻസ് ഫീസും ചാർജ് ചെയ്യും. ഇനി അടുത്തത് നമ്മുടെ കമ്പനി അവരുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കമ്പനികളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ കസ്റ്റമൈസേഷൻ ഫീസും ചാർജ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ്ലി അവർ ക്ലൗഡിൽ സോഫ്റ്റ്വെയർ ആക്സസിന് സബ്സ്ക്രിപ്ഷൻ ഫീസും കൂടി ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബലി അവർക്ക് പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. ഇന്റലക്ട് ഡിസൈൻ അറേനയിൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി 1.58% സ്റ്റേക്കാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ തന്നെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവരുടെ മെയിൻ സ്ട്രെങ്ത് 2018 ശേഷം ഇവർക്ക് ലഭിച്ച ഓപ്പറേറ്റിംഗ് ലിവറേജ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ കമ്പനിക്ക് 2 തരത്തിലുള്ള കോസ്റ്റ് ആണ് വരുന്നത്. ഒന്ന് വേരിയബിൾ കോസ്റ്റ്, സെക്കൻഡ് വൺ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെയിൽസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കോസ്റ്റും കൂടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റ്, അതായത് നമ്മുടെ സെയിൽസ് കൂടുകയാണെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റും കൂടും. ഇനി നമ്മുടെ സെയിൽസ് കുറയുകയാണെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റും കുറയും. ഇനി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ഈ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ് പേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ സെയിം ആക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ സെയിൽസ് ഇവിടെ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് അതുവഴി നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. സോ ഇതുവഴി നമുക്ക് ഹൈ മാർജിൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കമ്പനി 2015 തൊട്ട് 2018 വരെ ഏകദേശം അവർ 1200 കോടി രൂപ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അതുപോലെ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷമാണ് അവർക്ക് റവന്യൂ നല്ലതുപോലെ കിട്ടാൻ തുടങ്ങിയത്. സോ ഈ ഒരു ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ EBITDA മാർജിൻ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയും, അതുപോലെ തന്നെ EBIT മാർജിൻ, അതുപോലെ EBT മാർജിൻ എല്ലാ ക്വാർട്ടറിലും ഇൻക്രീസ് ആവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 2022 കമ്പനി 35 ഡീൽസ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ബിസിനസ് വഴി അവർക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. പക്ഷേ സെപ്റ്റംബർ ക്വാർട്ടർ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കമ്പനിയുടെ മാർജിൻ 10% ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാനേജിംഗ് ഡയറക്ടേഴ്സ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ മാർക്കറ്റിലെ ഹൈ ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ഡൗൺ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ പറയുന്നത് ട്രാവൽ റെസ്ട്രിക്ഷൻ അതുപോലെ IT ഇൻഡസ്ട്രിയിൽ ഇപ്പം ടാലൻറ്റ് ഷോർട്ടേജ് പിന്നെ ടാക്സ് ഒക്കെ പ്രോഫിറ്റ് മാർജിനെ അഫക്റ്റ് ആക്കാൻ കാരണമാക്കിയിട്ടുണ്ടെന്നാണ്. സോ ഇനി വരാനിരിക്കുന്ന ക്വാർട്ടറിൽ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഇന്റലക്ട് ഡിസൈൻ അറേന ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 431.95 rupees, PE 18.8, debt to equity 0.01, 5 years sales CAGR 15.50, ROE 21.28, 1 year returns nil ആണ്, 5 years CAGR returns 19.91, 200 DMA 622.8, RSI 14 41.6. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ്. അപ്പോൾ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് കമ്പനിയാണ്. കറന്റ് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, അതുപോലെ കൺസ്ട്രക്ഷനിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫെസിലിറ്റിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. പല ഗവൺമെന്റ് ഏജൻസികളുടെ അടുത്തുനിന്നും പിന്നെ വേറെ പാർട്ടികളുടെ അടുത്തുനിന്നും കോൺട്രാക്ട് ഇവർ എടുക്കാറുണ്ട്. കമ്പനിയുടെ ബിസിനസ്സിൽ വരുന്നതാണ് കൺസ്ട്രക്ഷൻ ബിസിനസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെനൻസ് ആൻഡ് ഓപ്പറേഷൻ ബിസിനസ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ബിസിനസിന്റെ അണ്ടറിൽ വരുന്നതാണ് കമ്പനി ഇപ്പോൾ റോഡ്, ഇറിഗേഷൻ, എയർപോർട്ട്, മെട്രോ റെയിൽ, മൈനിങ് പ്രോജക്ട്സ് ഒക്കെ EPC ബേസിൽ എടുക്കാറുണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെനൻസ് ആൻഡ് ഓപ്പറേഷൻ ബിസിനസിന്റെ അണ്ടറിൽ കമ്പനി BOT റോഡ് പ്രോജക്ട്സിന്റെ ഓപ്പറേഷൻസ് അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇയർ 2022 കമ്പനി 99% റവന്യൂ EPC പ്രോജക്റ്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ബാക്കി 1% ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെനൻസ് അതുപോലെ ടോൾ ഓപ്പറേഷൻസ് എന്നൊക്കെയാണ് വരുന്നത്. 30 September 2022 പ്രകാരം കമ്പനിയുടെ ഓർഡർ ബുക്ക് ബ്രേക്കപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പം അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി കമ്പനിയിൽ 1.63% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. 30 September 2022 പ്രകാരം കമ്പനിയുടെ ഓർഡർ വർത്ത് വരുന്നത് ഏകദേശം 2,63,375 മില്യൺ രൂപയാണ്. ഇതിൽ 69% ഓർഡർ ബുക്ക് വരുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു മീഡിയം ടേമിലേക്ക് വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡ് സെഗ്മെന്റിലേക്കുള്ള കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി കമ്പനി മൈനിങ് അതുപോലെ അർബൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ കമ്പനി ബെസ്റ്റ് പ്രോജക്ട് എക്സിക്യൂട്ടർ ആണ്. അപ്പോൾ ഏകദേശം അവർ 90% പ്രോജക്റ്റും ടൈമിന് മുമ്പ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2012 മുതൽ 2022 വരെ നോക്കുകയാണെങ്കിൽ കമ്പനി 5,655 മില്യൺ രൂപ ഏർലി കമ്മീഷൻ ബോണസ് ആയിട്ട് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പനിയുടെ റവന്യൂ മാത്രമല്ല ഇൻക്രീസ് ചെയ്യുന്നത്, മറിച്ച് അവരുടെ ക്രെഡിബിലിറ്റിയും കൂടി കൂട്ടുന്നുണ്ട്. അപ്പം ഇത് കൂടാതെ ഇപ്പം എന്തെങ്കിലും ഇൻപുട്ട് കോസ്റ്റുകളൊക്കെ കൂടുവാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ സിമെൻറ്റ്, സ്റ്റീല്, അത് കമ്പനിയുടെ മാർജിനിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 222.85 rupees, debt to equity 2.77, 5 years sales CAGR 12.84, 200 DMA 232.9, RSI 14 43.6. ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി കരൂർ വൈശ്യ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഒന്നാണ് കരൂർ വൈശ്യ ബാങ്ക്. അപ്പോൾ തമിഴ്നാടാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. അപ്പോൾ ഇവർ മെയിൻലി ട്രഷറി, കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ ബാങ്കിങ് അതുപോലെ തന്നെ റീറ്റെയിൽ ബാങ്കിങ് സെഗ്മെന്റ്സിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണൽ ബാങ്കിങ്ങിൻ്റെ കീഴിൽ ബാങ്ക് ഹൗസിംഗ് ലോൺസ്, പേഴ്സണൽ ലോൺസ്, ഇൻഷുറൻസ് അതുപോലെ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട്. ഇനി കോർപ്പറേറ്റ് ബാങ്കിൻ്റെ കീഴിൽ ബാങ്ക് കോർപ്പറേറ്റ് ലോൺസ്, ഡിമാറ്റ് അക്കൗണ്ട്സ്, മൾട്ടി സിറ്റി കറണ്ട് അക്കൗണ്ട്സ് അതുപോലെ ജനറൽ ഇൻഷുറൻസ് ഒക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 2022 പ്രകാരം കൊമേഴ്ഷ്യൽ അഡ്വാൻസ് ലോൺ ബുക്കിലേക്ക് 32% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് റീറ്റെയിൽ ലോൺ ബുക്കിലേക്ക് 23%, കോർപ്പറേറ്റ് അഡ്വാൻസ് 22%. സെപ്റ്റംബർ 2022 പ്രകാരം കമ്പനിക്ക് 792 ബ്രാഞ്ചുകളും 2238 ATM പ്ലസ് ക്യാഷ് റീസൈക്ലേഴ്സുമാണ് ഉള്ളത്. അപ്പം കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് റവന്യൂ സെഗ്മെന്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി കമ്പനിയിലേക്ക് 2.11% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ മെട്രിക് സ്ട്രോങ് ആണ്. അപ്പോൾ കോമൺ ഇക്വിറ്റി ടയർ 1 പ്രകാരം 30 September 2022 ക്യാപിറ്റൽ ആഡിക്വസി വരുന്നത് 16.42% ആണ്. ഇത് റെഗുലേറ്ററി റിക്വയർമെന്റിനേക്കാളും 8.42% കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഓവറോൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ വരുന്നത് 18.31% ആണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇത് 16.79%, അതുപോലെ 18.82% ആണ്. അപ്പോൾ അഗ്രികൾച്ചർ ഗോൾഡ് ലോൺസ്, ഹൗസിംഗ് ലോൺസ്, ഹൈ റേറ്റഡ് അസറ്റ്സിലേക്ക് ബാങ്കിലേക്കുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ലോവർ റിസ്ക് ആണ് ഉള്ളത്. അത് സ്ട്രോങ് ക്യാപിറ്റലൈസേഷൻ പ്രൊഫൈലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കിന്റെ ക്യാപിറ്റലിന് റിസ്ക് വെയ്റ്റഡ് അസറ്റും ആയിട്ടുള്ള റിലേഷൻ മെഷർ ചെയ്യുന്നതാണ് ഈ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഇപ്പം ബാങ്കിന് ഒരു ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ വരുവാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ലോസ് ഒക്കെ വരുവാണെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള ബാങ്കിന്റെ എബിലിറ്റി അസസ് ചെയ്യാനാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് ക്യാപിറ്റലൈസേഷൻ മെട്രിക് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ലോസ് അബ്സോർവ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിയാണ്. അപ്പോൾ ബാങ്കിൻ്റെ 80% കൂടുതൽ ബ്രാഞ്ചുകൾ സൗത്ത് ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ ഇതിൽ 54% തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ ബാങ്കിൻ്റെ കൂടുതൽ അസറ്റ് അതുപോലെ ലയബിലിറ്റീസ് എല്ലാം വരുന്നത് ചെറിയ റീറ്റെയിൽ ലോൺസ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ എക്കോണമിക് അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് ചേഞ്ച് ഉണ്ടായാൽ അത് ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽ റിസ്ക് പ്രൊഫൈലിനെ ബാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം.
Karur Vaishya Bank Limited current market price 109.20 rupees, PE 9.99, debt to equity 9.22, ROE 9.24, 1 year returns 138.43, 200 DMA 66.8, RSI 40 57.4. ഇന്നത്തെ നമ്മുടെ ഫോർത്ത് കമ്പനി ഐനോക്സ് ലെഷർ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചിന്തിക്കുന്ന മൂവീസ് ആയിരിക്കും അല്ലേ. ഇന്ത്യയിലെ ലീഡിംഗ് മൾട്ടിപ്ലക്സ് ചെയിൻ ആണ്. അപ്പോൾ കമ്പനി അവരുടെ ടോപ്പ് നോച്ച് വീഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അവർക്ക് നല്ല കസ്റ്റമർ സർവീസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ 74 സിറ്റികളിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. ഇതിൽ അവർക്ക് 705 സ്ക്രീൻസും 1,57,290 സീറ്റ്സും ആണുള്ളത്. അപ്പോൾ മൂവി ലവേഴ്സിന് ലേറ്റസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ റിലീസ് കാണാനുള്ള ഒരു ഗോ ടു ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. കമ്പനി പലതരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പല ടൈപ്പിലുള്ള മൾട്ടിപ്ലക്സുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഐനോക്സ് ഇൻസിഗ്നിയ, ഐമാക്സ്, മാക്സ് 4D, കിഡീസ്, ലേസർ പ്ലസ്, ഓണക്സ് ഒക്കെ. ഫൈനാൻഷ്യൽ ഇയർ 2022 കമ്പനി അവരുടെ മെജോറിറ്റി റവന്യൂ ഏൺ ചെയ്തേക്കുന്നത് മൂവി ടിക്കറ്റ് സെയിൽ ചെയ്തിട്ടാണ്. പിന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സെയിൽ, അഡ്വർടൈസിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി കമ്പനിയിൽ 2.15% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ 2022 മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി 17% വളരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് 1.89 ട്രില്യൺ റുപ്പീസ്. അത് 2025 ആകുമ്പോഴേക്കും 11% CAGR വളരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് 2.32 ട്രില്യൺ റുപ്പീസ് ആയിട്ട്. അപ്പോൾ കമ്പനി സെക്കൻഡ് ലാർജസ്റ്റ് മൾട്ടിപ്ലക്സ് ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ അവർക്ക് സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആവറേജ് ടിക്കറ്റ് പ്രൈസ് അതുപോലെ ഫുഡ് ആൻഡ് ബിവറേജ് സ്പെൻഡ് പെർ ഹെഡ് ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കുണ്ട്. സോ ഇതുവഴി അവർക്ക് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ PVR ഐനോക്സ് മെർജറിന് ശേഷം ഇവർ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫിലിം എക്സിബിഷൻ കമ്പനിയായിട്ട് മാറും. 109 സിറ്റികളിലായിട്ട് 341 പ്രോപ്പർട്ടീസിൽ 1546 സ്ക്രീനിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവഴി കമ്പനിയുടെ മാർക്കറ്റ് പൊസിഷൻ കൂടുന്നതായിരിക്കും. അതുവഴി കൂടുതൽ റവന്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിക്കും. പിന്നെ പല എൻ്റർടൈൻമെൻറ്റ് മീഡിയകളിൽ നിന്നും കമ്പനി കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്നുണ്ട്. സോ ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ കോവിഡ് കേസ് കൂടുമ്പോൾ ലോക്ക്ഡൗണിനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഇൻഡസ്ട്രിയെ മോശമായിട്ടായിരിക്കും ബാധിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഐനോക്സ് ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 502 റുപ്പീസ്, ഡെറ്റ് ടു ഇക്വിറ്റി 4.29, 1 year returns 35.52%, 5 year CAGR returns 11.79%, 200 DMA 505.9, RSI 14 33.8. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ഷിപ്പിംഗ് ആൻഡ് ഓയിൽ ഡ്രില്ലിംഗ് സർവീസ് കമ്പനിയാണ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ അവർക്ക് സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ അവർ മെയിൻലി ലിക്വിഡ്, ഗ്യാസ് അതുപോലെ സോളിഡ് ബൾക്ക് പ്രൊഡക്റ്റുകളൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മെയിൻ ബിസിനസ് സെഗ്മെന്റിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡ്രൈ ബൾക്ക് കാരിയർ അതുപോലെ തന്നെ ടാങ്കറിൽ. അപ്പോൾ കമ്പനിക്ക് 2 മെയിൻ ബിസിനസ് ആണ് ഉള്ളത്, ഷിപ്പിംഗ് അതുപോലെ തന്നെ ഓഫ് ഷോർ. അപ്പോൾ ഷിപ്പിംഗ് ബിസിനസ്സിൽ ക്രൂഡ് ഓയിൽ, പെട്രോളിയം പ്രോഡക്ട്സ്, ഗ്യാസ്, ഡ്രൈ ബൾക്ക് കമ്മോഡിറ്റീസിന് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ ഇവർ ഇൻവോൾവ് ആണ്. ഇനി ഓഫ് ഷോർ ബിസിനസ് സർവീസിലാണെങ്കിൽ ഓയിൽ കമ്പനീസ് ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ അതുപോലെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം ഇത് അവരുടെ സബ്സിഡറി കമ്പനിയായ ഗ്രേറ്റ് ഷിപ്പ് ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 80.5% ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നാണ് വരുന്നത്, 19.5% ഓഫ് ഷോർ ബിസിനസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നവംബർ 2022 പ്രകാരം ജെസ്കോയ്ക്ക് 43 കാരിയേഴ്സ് ആണുള്ളത്. അപ്പോൾ അവരുടെ ടോട്ടൽ കപ്പാസിറ്റി 34,36,601 ഡെഡ് വെയ്റ്റ് ടൺ ആണ്. അപ്പോൾ ഫ്ലീറ്റിൻ്റെ ആവറേജ് ഏജ് വരുന്നത് 12.96 ഇയേഴ്സ് ആണ്. അപ്പോൾ കമ്പനിക്ക് 18 ഓഫ് ഷോർ സപ്പോർട്ട് വെസൽസ് അതുപോലെ 4 ജാക്കപ്പ് റിഗ്സ് ഓൺ ചെയ്യുന്നുണ്ട്, അതുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിഗ്സ് അതുപോലെ തന്നെ വെസൽസിൻ്റെ ആവറേജ് ഏജ് വരുന്നത് 11.87 ഇയേഴ്സ് ആണ്. ഇനി അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡിൽ 2.17% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ സ്ട്രെങ്ത് വരുന്നത് അവർക്ക് റിലേറ്റീവ്ലി ഒരു യങ് ഫ്ലീറ്റ് ആണുള്ളത്. അപ്പോൾ ഇതിൽ 18 ഓഫ് ഷോർ വെസൽസിന് ആവറേജ് ഏജ് വരുന്നത് 12.19 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ 4 ജാക്കപ്പ് റിഗ്സിന് 10.81 ഇയേഴ്സ് ആണ് വരുന്നത്. അതേസമയത്ത് നിലവിലുള്ള ഇന്ത്യൻ ഫ്ലീറ്റിൻ്റെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1999 15 വർഷത്തിൽ നിന്ന് 2019 ആയപ്പോഴേക്കും 19.17 വർഷമായിട്ടുണ്ട്. സോ ഇത് കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് തരുന്നുണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജൊക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഒരു കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അവർക്കൊരു പുവർ സെയിൽസ് ഗ്രോത്ത് ആണുള്ളത്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 717.65 rupees, PE 6.87, debt to equity 0.46,
5-year sales CAGR 2.40, ROI 7.50, 1-year returns 161.63%, 5-year CAGR returns 12.88%, 200 DMA 478.8, RSI 14 64.3. ഇതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത കമ്പനികൾ. അതായത് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് മെജോറിറ്റി സ്റ്റേക്കുള്ള ടോപ്പ് 5 ഇന്ത്യൻ കമ്പനികൾ. അപ്പം നമ്മളിവിടെ ഒരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കൊരു പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.